തലപ്പാടി ടോൾഗേറ്റ് ഉദ്യോഗസ്ഥരുടെ വിവേചന നയത്തിനും ജീവനക്കാരുടെ ഗുണ്ടായിസത്തിനുമെതിരെ വൻ പ്രതിഷേധ റാലി. മഞ്ചേശ്വരം ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം മണപൊട്ടിയൊഴുകി. ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിയത് പ്രതിഷേധാഗ്നിയെ ആളിക്കത്തിച്ചു. തലപ്പാടി ടോൾഗേറ്റ് സ്ഥാപിച്ചപ്പോൾ കേരളത്തിലെയും കർണാടകയിലെയും അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ക്രമേണ ഇത് കർണാടക സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും കേരളത്തിൽ നിന്നുള്ളവർക്കുള്ള ഇളവ് ഒഴിവാക്കുകയും ഈ ഭാഗത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ടോൾ പിരിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ യാത്രക്കാർക്ക് നേരെ ടോൾഗേറ്റ് ജീവനക്കാരുടെ ഗുണ്ടായിസം ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നീതി ലഭ്യമാക്കുന്നതിനായി പ്രദേശവാസികളെ അണിനിരത്തി ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ടോൾഗേറ്റ് പരിസരത്ത് പ്രതിഷേധ റാലി നടത്തിയത്. അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധത്തിന്റെ ഭാഗമായി. തലപ്പാടി മേരി ആശ്രമം ചർച്ച് വൈസ് പ്രസിഡന്റ് ലിന ഡി കോസ്റ്റ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മുനീർ കടിപ്പള്ള, BV രമേശ്, DMK മുഹമ്മദ്, സൈഫുള്ള തങ്ങൾ, ഷെരീഫ് പാവൂർ, സിദ്ദിഖ് തലപ്പാടി, SM ബഷീർ, അബ്ദുൽ സലാം മുച്ചിൽ, അഷ്റഫ് ബഡാജെ, ഹിദായത്തുള്ള, റഹീം മുച്ചിൽ, മുഹമ്മദ് അലി ഗുഡ്ഡെ, ബഷീർ കനില തുടങ്ങിയവർ സംസാരിച്ചു. ജബ്ബാർ ബഹ്റൈൻ, സക്കറിയ മുസ്തഫ, അലി കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ഷൻ കമ്മിറ്റി കൺവീനർ അബ്ദുൽ റഹീം സ്വാഗതവും ഹസൈനാർ നന്ദിയും പറഞ്ഞു. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെത്തിയത് പ്രതിഷേധാഗ്നിയെ ആളിക്കത്തിച്ചു. നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും വികസനം വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനം വരുന്നത്. ഇവിടെ വികസനം വരുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സമീപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്, പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. തലപ്പാടി സൈഡിലുള്ള ആൾക്കാർക്ക് ടോളിന്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ മഞ്ചേശ്വരം ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തതാണ് നമ്മളെ പ്രശ്നം. ഇവിടെ എത്രയോ ആൾക്കാർ ഒരു 5 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. നിരവധി ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട്. അവരെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ രാവിലെ 110 റുപ്പീസും പിന്നെ വീണ്ടും 55 റുപ്പീസ് നമ്മൾ ഫാസ്ടാഗ് കൊടുത്തിട്ടില്ലെങ്കിൽ അടുക്കേണ്ടി വരുന്നതാണ്. സാമാന്യ ജനങ്ങൾക്ക് ഡെയിലി ഇത്ര രൂപയും കൊടുത്തിട്ടായിട്ട് അവർ എങ്ങനെയാണ് ജീവനം ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ ഈ ടോൾ മഞ്ചേശ്വരക്കാർക്ക് ഡിസ്കൗണ്ട് തരണം പറഞ്ഞിട്ടായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ സൂചന സമരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് കർണാടകയിലെ ജനങ്ങൾക്ക് ഫ്രീ ആയി പാസ് നൽകുമ്പോൾ ഇവിടെയുള്ള മഞ്ചേശ്വരത്തിൻ്റെ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് പാസ് നൽകാതെ അനീതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന സമരമാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി നടത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ ഈ മഞ്ചേശ്വരത്തിൻ്റെ ഈ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഫ്രീ ആയി പാസ് അനുവദിക്കാത്തതുവരെ ഈ പോരാട്ടം ശക്തമായി തുടരുമെന്നാണ് അറിയിക്കുവാനുള്ളത്. മഞ്ചേശ്വരം പഞ്ചായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ടോൾ സൗജന്യമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരമാണ്. ഈ സമരത്തെ പ്രതീകാത്മകമായ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ടോൾ അധികൃതർ പെരുമാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ലഭിക്കുമെന്ന് ഈ സമരത്തോടുകൂടെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ കർണാടകയിൽ കുറച്ച് പ്രദേശത്ത് മാത്രം ഈ സൗജന്യ യാത്ര നൽകിയിട്ടുണ്ട്, ടോൾ രഹിത യാത്ര. പക്ഷേ മഞ്ചേശ്വര പരിസരവാസികൾക്ക് മഞ്ചേശ്വരം ഭാഗത്ത് തെക്ക് ഭാഗത്തേക്കുള്ള ജനങ്ങൾക്ക് ഇത് അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത്. ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ തുടങ്ങി 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ സമരം തലപ്പാടി അതിർത്തി പ്രദേശത്തെ ഏറ്റവും വലിയ ജനകീയ സമരം തന്നെയായി മാറി. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.